ശ്രീമതി ധന്യരാമൻ, ഇപ്പോൾ വിനായകൻ വീണ്ടും പലതരത്തിലുള്ള അധിക്ഷേപവുമായിട്ട് ഫേസ്ബുക്കിൽ തുടർച്ചയായി പോസ്റ്റ് ഇടുകയാണ്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും യേശുദാസിനെതിരെയും നിലപാടുകളിൽ അടൂരിനെതിരെയും യേശുദാസിനെതിരെയും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ വിനായകന് അർഹതയുണ്ട്. പക്ഷേ ആ വാക്കുകളെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, അപർണ ഗ്രൂപ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം പ്രകോപനപരമായിട്ടാണ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മറുപടി നൽകും, ഇവളെ ആരാണ് ഇതിന് അയച്ചിരിക്കുന്നത്, ആ മേലധികാരികൾക്കും ഇങ്ങനെ മറുപടി നൽകുമെന്നൊക്കെ വിനായകൻ പറയുകയാണ്. താങ്കൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപർണയൊക്കെ എന്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അവരൊക്കെ വളരെ ഡീപ്പായിട്ട് അറിയുന്ന ആൾക്കാരാണ്. വ്യക്തിയാണ് ഞാനൊക്കെ. ഒരു സാധാരണ ഒരു ചർച്ചയ്ക്ക് വന്നു പോകുന്ന ഒരു ബന്ധമല്ല മാധ്യമപ്രവർത്തകർ. ഒട്ടുമിക്ക പേരുമായിട്ട് വളരെ പേഴ്സണലായിട്ടുള്ള അടുപ്പമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇപ്പം വിനായകന്റെ ലേബൽ ഇപ്പൊ ദളിത് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ അധിക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും തന്നെ അത് മറുപടി പറയേണ്ട ഒരു അങ്ങനെ എല്ലാവരും ഞങ്ങൾക്കെതിരെയും കൂടി ഇപ്പം തിരിയാൻ തുടങ്ങി. അത്തരം വാക്കുകൾ ആരും ഉപയോഗിക്കരുത്. നമുക്ക് ഞാനൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ തെറികളൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് മനുഷ്യൻ പൊറുക്കുന്ന തെറിയാണ്. കാരണം അതിനൊരു റീസൺ ഉണ്ട്. പക്ഷെ ഇതുപോലെയൊന്നും ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് എല്ലാവരും വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ഭാഷ കുറച്ചും കൂടെ നല്ലതാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇല്ലെങ്കിൽ അത് പിന്നീട് ആരും അംഗീകരിക്കത്തില്ല. ഇവരെ സമൂഹം വെറുക്കും, ഒറ്റപ്പെടുത്തും. അതേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഇത്രയും നിന്ദ്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ശരിയാണ്. ഇപ്പൊ യേശുദാസ് കാലിനൊരു മണ്ണ് പോലും പെരളാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണനും ദളിത് വിരോധിയാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഭാഷയൊക്കെ ഒരു മാന്യതയുണ്ട്. അതിലപ്പുറത്തേക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. പിന്നെ വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ. പിന്നെ അപർണയെ പോലെയുള്ള ആൾക്കാർ അവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു രേണുസുധീനെ ഒക്കെ ഈ ഒരു പ്രൈം ഒരു നല്ലൊരു ചാനൽ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്തത് നിങ്ങളാണ്. അപർണയാണ് അവരുടെ 1.5 മണിക്കൂർ ഇന്റർവ്യൂ എടുത്തു കൊടുത്ത് അത് ഭയങ്കര പോസിറ്റീവായി. അവൾ മെന്റലി ഭയങ്കര ഒരു സപ്പോർട്ടാണ് ആ പെൺകുട്ടിക്കും കൂടെ കൊടുത്തത്. അപ്പോൾ നല്ലൊരു അംഗീകാരമാണ്. നിങ്ങളെന്ന് വെച്ചാൽ നമുക്കും ആ ഒരു അംഗീകാരം കിട്ടുന്ന പോലെയാണ്. വിനായകന്റെ കാര്യത്തിൽ ശ്രീമതി ധന്യരാമൻ പലപ്പോഴും മുൻപ് മാധ്യമങ്ങൾ പോലും അതിന് പഴി കേട്ടിട്ടുള്ളതാണ്. ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ. താങ്കൾ നേരത്തെ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഞാനൊരു ദളിതനാണ്, ഞാൻ കറുത്തവനാണ്, അതുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ ആക്ഷേപങ്ങൾ വരുന്നു. ഇതിനൊരു സപ്പോർട്ട് വെളിയിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതാണല്ലോ താങ്കൾ ഇപ്പോൾ പറയുന്നത്, നിങ്ങളെ പോലും ഇത് കുഴയ്ക്കുകയാണെന്ന്. പക്ഷേ ഒരു ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു വിമർശനം ഇപ്പോൾ സവർണ മേധാവിത്വമുള്ള ആളുകളാണ് വിനായകനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് തന്നെ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞത് വിനായകന്റെ ആ നഗ്നതാ പ്രദർശനം വരുന്നു, പോലീസ് സ്റ്റേഷനിലെ വഴക്ക്, പിന്നെ തുടർച്ചയായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അതുമാത്രമല്ല ദളിത് വിരുദ്ധത പോലും വിനായകന്റെ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ അത് സമ്മതിക്കുന്നുണ്ട് ഇല്ലേ? മുൻപ് സപ്പോർട്ട് ചെയ്തവർക്ക് പോലും ഇപ്പോൾ വിനായകന്റെ കാര്യത്തിൽ മറിച്ചൊരു നിലപാടാണ്. അല്ല, ആദ്യമൊക്കെ അദ്ദേഹത്തെ നമ്മളാരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ വന്ന് ഈ ഉപയോഗിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞത് കറക്റ്റാണ്. ഉപയോഗിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ കാണിക്കുന്ന പ്രവൃത്തികളും ഒക്കെ പാൽക്കടിയിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് ഒരു നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. എത്രയായാലും നമ്മൾ അവരൊക്കെ കുറച്ച് എന്താ പറയണ്ടേ, സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരല്ല. ഇത്രയും മനുഷ്യരറിയുന്നവരാണ്. അവാർഡുകളൊക്കെ വാങ്ങിച്ചവരാണ്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ വാങ്ങിച്ച ആൾക്കാരാണ്. സ്റ്റേറ്റ് അംഗീകരിച്ചവരാണ്. അപ്പൊ അവർക്ക് അതിന്റെ ആ പ്രിവിലേജ് ഉണ്ട്. ദളിതരുടെ ഇടയിലെ പ്രിവിലേജ് ഉള്ളവരാണ് അവരൊക്കെ. അപ്പോൾ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. ഇത് നാട് നിറച്ചങ്ങനെ വെറുപ്പിച്ച് മോശം ഭാഷ ഉപയോഗിച്ച് അത്തരം പ്രവൃത്തികൾ കാണിക്കുന്നതിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിയോജിപ്പ് വരാം. ഞങ്ങളൊക്കെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഒരു വിഷയമൊക്കെ ചർച്ച ചെയ്തേ ഉള്ളൂ. അപ്പൊ അവരുടെ ഇങ്ങനെ വെല്ലുവിളിച്ചതിനോട് നാളെ 12 മണിക്ക് മുമ്പേ അതൊക്കെ വളരെ മോശമായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത്. കാരണം ഞങ്ങൾ ഈ ദളിത് ആദിവാസി മേഖലയ്ക്ക് കഴിഞ്ഞ 2010 ശേഷം മാധ്യമങ്ങൾ തന്ന സപ്പോർട്ട് ചില്ലറയല്ല. ഞങ്ങൾക്ക് പകരം സംസാരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരാണ്. അതോ അവർക്ക് 100 കോടി കൊടുത്തു, 200 കോടി കൊടുത്തു, 1000 കോടി കൊടുത്തു, ഇത്തരം കഥകളാണ് കേട്ടോണ്ടിരുന്നത്. നിങ്ങളൊക്കെ ഇറങ്ങി ഞങ്ങളുടെ കൂടെ സെറ്റിൽമെന്റുകളിലും ഒക്കെ വന്ന് ഞങ്ങളുടെ വനത്തിനകത്തും റിസർവ് ഫോറസ്റ്റിലും ഞങ്ങളുടെ ആൾക്കാർ താമസിക്കുന്നിടത്തൊക്കെ വന്ന് നിങ്ങളത് ഷൂട്ട് ചെയ്ത് പുറത്തു വിടാൻ തുടങ്ങിയ പിന്നെയാണ് സമൂഹം തന്നെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് തന്ന പിന്തുണ, ഈ ഒരു സമൂഹത്തിന് തന്ന പിന്തുണ ചെറുതല്ല. 2010 ഇപ്പുറത്തേക്ക് വേറൊരു വിപ്ലവമാണ് അത് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങള് അപർണയോടൊപ്പം തന്നെയാണ്. കാരണം അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിയോജിപ്പുണ്ട്. അത്ര ഒരു ഭാഷ ഉപയോഗിക്കുന്നതിലും ഒരു ഭീഷണി സ്വരം ഉപയോഗിക്കുന്നതിലും അതിന്റെ ആവശ്യമില്ലല്ലോ. അതാണ്.
പക്ഷേ ഈ വിനായകന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ ഇടത് ഹാൻഡിലുകൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷം പൊതുവെ വിനായകന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇയാൾ തന്നെ ഒരു ഇടത് സഹയാത്രികനാണല്ലോ, അത് മറച്ചു വെച്ചിട്ടുമില്ല. CPM-ന്റെ ആൾ തന്നെയാണ് വിനായകൻ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചപ്പോഴും അത് പരസ്യമാക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് വിനായകൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഒരു വ്യക്തി നമുക്ക് നിരന്തരം ഇങ്ങനെ പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു പാർട്ടിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യൂല. ആരും സപ്പോർട്ട് ചെയ്യൂല. എല്ലാരും കുറച്ച് കഴിയുമ്പോൾ എല്ലാരും തന്നെ കൈ ഒഴിയും. അത് തന്നെയാണ്, അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ആദ്യം പറഞ്ഞതിൽ നമുക്ക് കുറച്ച് ന്യായം ഉണ്ടെന്ന് തോന്നിയിരുന്നു, അന്നേരം എല്ലാവരും പിന്തുണച്ചു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് വലിയ പിന്തുണയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തെ പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഞങ്ങളുടെ ഇടയിൽ നിന്നും ആരും വന്നിട്ടില്ല. കാരണം അത് ഇത്രയും തീവ്രമായിട്ടും മോശമായിട്ടും സംസാരിക്കുമ്പോൾ നമുക്ക് ആർക്കും അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിനായകനെതിരായിട്ട് സംസാരിക്കുന്നവരെ അതിനകത്ത് പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ ഈ ദളിത് സമൂഹത്തെ മൊത്തവും ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മളും കൂടെ ഒന്നാമതേ ഒരു പിന്നെന്താ പറയണ്ടേ, ഒരു കയറി വരുന്ന ഒരു സമൂഹമാണ്. പക്ഷെ അവരെ വീണ്ടും വീഴ്ത്താനേ ഇത്തരത്തിലുള്ള ഉപയോഗിക്കും. ആൾക്കാരിൽ വെറുപ്പ് നിറയ്ക്കും. ഒന്നാമത് ഞങ്ങൾ ആൾക്കാർ പറയും സംവരണ വിരുദ്ധരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ള ഒരു ഇടമാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് അടുത്ത തലമുറയെ എങ്ങനെ ധൈര്യം കൊടുത്ത് വളർത്തണം എന്നുള്ളതെ പോലും ഞങ്ങൾ പേടിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ ഇത്തരം വാക്കുകൾ കൂടുതൽ ഞങ്ങളോട് സ്നേഹമുള്ളവർക്ക് പോലും ഇല്ലാതെ ആക്കാനേ ഉപകരിക്കുകയുള്ളൂ. അത് നല്ലതിനല്ല എന്നാണ് ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ